എവിടെ പോവാ? ഇവിടെ ഇരിക്കെ. വല്ലാത്ത ദാഹം. ഞാനേ ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരാം കേട്ടോ. രാത്രിയിലുള്ളതൊക്കെ വലിച്ചു കയറ്റുമ്പോ ആലോചിക്കണമായിരുന്നു. പിന്നെ കുടിച്ചു. പിന്നെ പണി വരാത്ത ആ. അയ്യോ, എന്തടി കാണിച്ചേ? അറിയാതെ പറ്റിയതാ. അതിന് പെണ്ണുങ്ങളുടെ നേരെ കൈ ഓങ്ങുന്നത് ആണത്തല്ല. അതാരായാലും. ഇവളിത് മനഃപൂർവ്വം ചെയ്തതാ. നിങ്ങൾ ദേഹത്ത് തട്ടിയതുകൊണ്ടല്ലേ? ഞാൻ തട്ടിയെന്നോ? കളിച്ച് കളിച്ചേ ശാന്തപ്പന്റെ അടുത്താണോ നിന്റെ കളി? നിന്നെ ഇത് എല്ലാരും കൂടെ ഉള്ള ഒത്തുകളിയാണല്ലേ? ഒത്തുകളിയാണെന്ന് മനസ്സിലായി. പക്ഷേ ഇവിടെ നിങ്ങളുടെ കളിയൊന്നും നടക്കില്ല. കൈ ചൂണ്ടി സംസാരിക്കുന്നോളെ എരപ്പേ. മാറിക്കേ. അതെ, ബാബുക്കുട്ടൻ ഒരുങ്ങി വന്നതേ നിങ്ങൾക്കാർക്കും അങ്ങോട്ട് ദഹിക്കുന്നില്ലല്ലേ? കുറെ നേരമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ മാറ്റി നിർത്തലും അപമാനിക്കാനുള്ള നിങ്ങളുടെ നീക്കങ്ങളും. ബാബുക്കുട്ടനെ ചാരുവിന് കൊടുക്കാൻ കൊണ്ടുവന്ന എന്താണെന്നറിയോ? ഡയമണ്ട് റിങ്ങാ. സന്തോഷത്തോടെ ഒരു കല്യാണ സമ്മാനം കൊണ്ടുവന്നിട്ടെ അവള് സമ്മതിക്കാത്തത് പോട്ടെ, അവന്റെ ദേഹത്ത് ഈ ജ്യൂസ് ഒക്കെ തട്ടി ഒഴിക്കാന്ന് പറഞ്ഞ അത് കണ്ടില്ലാന്ന് അടിക്കാൻ പറ്റുമോ? അല്ല മാഷേ, സകലയിടത്തും ന്യായവും നീതിയൊക്കെ പറയുന്ന ബാലമാഷ്ക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലേ? ആരെങ്കിലും മനഃപൂർവ്വം ഒരാളുടെ ദേഹത്ത് ജ്യൂസ് ഒഴിക്കുവോ? ശാന്തപ്പന്റെ കൈ തട്ടിയാണെന്ന് പാറു പറഞ്ഞല്ലോ. ഒരു അബദ്ധം പറ്റിയാണെന്ന് മനസ്സിലായില്ലേ? അതെ, ഇത് മനഃപൂർവ്വം ചെയ്തു തന്നെ. അബദ്ധം പറ്റിയൊന്നും അല്ല ബാലമാഷേ, ഇവിടെ ഇത്രയും വിരുന്നുകാരുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും നിങ്ങൾ വിളിച്ചു വരുത്തിയവരൊക്കെ ഉണ്ടല്ലോ. ആർക്കും ഇതിലൊന്നും പറയാനില്ലേ? ഇതെങ്ങനെ വെറുതെ വിടാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മോൻ എന്റെ നേരെ കൈ ചൂണ്ടി. ഞാനേ പെണ്ണിന്റെ അച്ഛനാ. എന്റെ നേരെ സംസാരിക്കുന്നത് ശരിയാണോ? എവിടെ സെക്രട്ടറി പണിക്കർ? എവിടെ? തനിക്കിതിലൊന്നും പറയാനില്ലേടോ? കരപ്രമാണിമാരെല്ലാരും ഉണ്ടല്ലോ. ആർക്കും ഒന്നും പറയാനില്ല. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അച്ഛനാന്ന് പറഞ്ഞു വേഷം കെട്ടി വന്നിട്ട് ഒരു കാര്യമില്ല. എന്റെ കല്യാണത്തിന് നിങ്ങൾ ഇതുവരെ എന്താ ചെയ്തത്? എന്റെ ബാലമാമൻ ഇല്ലായിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നോ? ഞാൻ കഷ്ടപ്പെട്ട് സ്വരൂപിച്ചു വെച്ചിരുന്ന 10 ലക്ഷം രൂപ പോലും നിങ്ങൾ എടുത്തോണ്ട് പോയില്ലേ? ചാരുമോളെ, നീ മിണ്ടാതിരിക്കേ. ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം. ഇവിടെ ശാന്തപ്പ, നടന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാദ്യം. ഈ കല്യാണത്തിന് ഞങ്ങൾ ആരും വിളിച്ചതല്ലേ ഇവനെ, ഈ ബാബുക്കുട്ടനെ. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഉരുകിക്കേണ്ടി വന്നിരിക്കുന്നു. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും ബഹുമാനക്കുറവോ മോശമായ പെരുമാറ്റമോ ആരുടെയെങ്കിലും ഭാഗത്തുനിന്നുണ്ടായോ? ഇല്ലല്ലോ. അച്ഛൻ എന്തിനാ ഇയാളോട് ബഹുമാനത്തോടൊക്കെ സംസാരിക്കുന്നത്? ഈ നിമിഷം ഇവരെ അടിച്ചിറക്കി വിടുകയാ വേണ്ടത്. അച്ഛനൊന്ന് മാറുന്ന ബാക്കി ഞാൻ നോക്കിയോളാം. ചാരുവിന്റെ അച്ഛനും ആന്റി ഇവിടെ നിന്നോട്ടെ. അവരെ പോലും ഇവിടെ നിർത്തുന്നത് പവിത്രമായ ഈ ചടങ്ങിന്റെ ഐശ്വര്യം കെടുത്തും. എങ്കിലും പോട്ടെ. ബാബുക്കുട്ടൻ ഇവിടെ എന്താ കാര്യം? ഡയമണ്ട് മോതിരം കൊണ്ടുവന്നു പോലും. നിന്നോട് ആര് പറഞ്ഞു കൊണ്ടുവരാൻ? ആരെങ്കിലും ഇവിടെ നിന്നെ കല്യാണത്തിന് ക്ഷണിച്ചോ? വിളിക്കാതെ വലിഞ്ഞു കയറി വന്നിട്ട്. അതെ, ബാബുക്കുട്ടൻ വലിഞ്ഞേറി വന്നതല്ല. എന്റെ മോളുടെ കല്യാണത്തിന് ഞാൻ വിളിച്ചിട്ട് എന്റെ അതിഥിയായിട്ട് വന്നതാ. ബാബുക്കുട്ടന് ദേഹത്താരെങ്കിലും തൊട്ടാലുണ്ടല്ലോ ആ കൈ ഞാൻ അരിഞ്ഞിടും. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ബാബുക്കുട്ടന്റെ ദേഹത്ത് ജ്യൂസ് ഒഴിച്ച ഈ വരുത്ത പെണ്ണും എന്നോട് കൈചൂണ്ടി സംസാരിച്ച ഈ പീറ ചെറുക്കനും ബാബുക്കുട്ടനോടും എന്നോടും ഇവിടെ വെച്ച് പരസ്യമായി മാപ്പ് പറയണം. അത് ന്യായം. ബാബുക്കുട്ടനെ പുറത്താക്കുമെന്ന് പറഞ്ഞ ഈ തന്തയ്ക്ക് പറക്കാത്ത തൊന്തയ്ക്ക് പറയുന്നുള്ളൂ. പൊടിച്ചുപട്ടി ചീർന്ന പോലെ അവന്റെ കൊര. ഞാനത് മനഃപൂർവ്വം പറഞ്ഞ തന്നെ. പിന്നെ നീ ഇപ്പൊ ചെയ്തതിന് ഞാൻ മറുപടി പറയുന്നില്ല.
ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് പരസ്യമായി ഇവൻ മാപ്പ് പറയാതെ ഇവിടെ ഹൽദിയും കല്യാണമൊന്നും നടക്കാൻ പോണില്ല. ഹ. ഹ.